ഹായ്, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്താണ് വായനയുടെ പ്രസക്തി? കാരണം ഇന്ന് നമുക്ക് അറിയേണ്ടതെല്ലാം യൂട്യൂബിലും മറ്റുമായിട്ട് വീഡിയോസായിട്ട് അവൈലബിൾ ആണ്. ഇനി നോവലുകൾ വായിക്കുകയാണെങ്കിൽ അതിന് പകരം സിനിമകളും സീരീസുകളും ഉണ്ട്. പിന്നെയും എന്താണ് വായനയ്ക്ക് പ്രസക്തിയുള്ളത്? വായനയുടെ ഗുണം മറ്റൊന്നിനും നൽകാനാവില്ല. എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയുന്ന പോലെ ഞാൻ പറയാം. ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഒരു നോവൽ വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ മുകളിലൂടെ പുള്ളിപ്പശുക്കൾ മേഞ്ഞു നടക്കുന്നു. ഇത്തിരി കൂടി സാഹിത്യമുള്ള ബുക്കാണെങ്കിൽ ചിലപ്പോൾ ആ കുന്നിൻ മുകളിലൂടെ പോകുന്ന മേഘങ്ങളെയും ഒരുപക്ഷെ കവി പശുക്കളായിട്ട് ഉപമിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശവും അതിലൂടെ അലഞ്ഞു നടക്കുന്ന ഈ പശുക്കളും എല്ലാം നമ്മുടെ ഭാവനയിൽ വരും, അല്ലേ? ഒരു വീഡിയോ കാണുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പശുക്കളെയും അല്ലെങ്കിൽ ഈ മേഘത്തിനെയും ഒക്കെ നമ്മളവിടെ നേരിട്ട് കാണുകയാണ്. നമ്മളൊന്നും അവിടെ ഭാവനയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ വിഷ്വലൈസേഷൻ വരും. ഇത് ശരിക്കും ഭാവനാശേഷി വളർത്തുന്നുണ്ട്, നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലേ? വായനയിലൂടെ അറിവ് ലഭിക്കുന്നതിനൊപ്പം ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവായി നിലനിർത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വായന സഹായിക്കും. റീൽസ് പോലുള്ള ഷോർട്സ് വീഡിയോസ് കാണുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഏകാഗ്രത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളിൽ വായനയുടെ പ്രാധാന്യം എന്താണെന്ന് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? വായനാശീലം അധികമില്ലാത്ത കുട്ടികളാണെങ്കിൽ ബാലരമ പോലെയുള്ള ചെറിയ മാസികകൾ കൊടുത്തിട്ട് നമുക്ക് അവരുടെ വായനാശീലം വളർത്താം. പിന്നീട് നല്ല ബാലസാഹിത്യ കൃതികൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ തന്നെ പോയിട്ട് അടുത്തുള്ള ലൈബ്രറിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുക. വായനാശീലമുള്ള നല്ല ഭാവനാശേഷിയുള്ള ഒരു തലമുറ വളർന്നു വരട്ടെ.